ഞാൻ എൻ്റെ കമൻ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ ഒരു കമൻ്റ് കണ്ടത്. റീച്ചിന് വേണ്ടി ഉസ്താദുമാരെ ഞാൻ യൂസ് ചെയ്യുന്നു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ഓക്കെ. അതിനുള്ള മറുപടി ഞാൻ ലാസ്റ്റ് തരാം. ഞാൻ ഈ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. മാഷാ അല്ലാ, ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല ഉപദേശങ്ങളും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് മെസ്സേജസ് ഒക്കെയാണ് ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ കണ്ടത്. ഈ ഒരു കാര്യം മാത്രം ഒഴിച്ചിട്ട് എന്നെ ആരോപിച്ചതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്ന് കണ്ടു നോക്ക്. അള്ളാഹ്ക്ക് വേണ്ടി കുറച്ച് സമയം നിൽക്കാൻ പറ്റുന്നവർ നിൽക്കുക, അല്ലാത്തവർ സ്ക്രോൾ ചെയ്ത് വെക്കോ. എൻ്റെ ഒരു സംശയം കേട്ടോ, ഞാൻ ഉസ്താദിനെ കുറ്റപ്പെടുത്തില്ല, ഞാൻ ഉസ്താദിനെ കുറ്റം പറയുന്നു എന്നൊക്കെയാണ് കമൻറ്റിൽ പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ 2 സെക്കൻഡ് എന്ന് പറയുന്നത് ഹൂക്ക് എന്ന് പറയും, അതായത് ഹോൾഡ് ചെയ്ത് നിർത്തുക. അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് പടച്ചോനെ ഇഷ്ടമാണെങ്കിൽ സ്ക്രോൾ ചെയ്യരുത്, പടച്ചോന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നിപ്പോയി. ചിലപ്പോൾ എൻ്റെ തെറ്റാവാം കേട്ടാ. പണ്ടൊക്കെ നമുക്ക് മെസ്സേജ് വരും, മതപരമായിട്ടുള്ളൊരു കോട്ട് വരും, എന്നിട്ട് അതിനിടയിലുണ്ടാവും ഈ മെസ്സേജ് നിങ്ങൾ 5 പേർക്ക് ഷെയർ ചെയ്യുക, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നാശമുണ്ടാകും. പണ്ട് ട്രെൻഡിങ് ആയിരുന്ന ഒരു ഐറ്റമാണത്. വന്നിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സംഭവം പോലെ എനിക്ക് തോന്നി. എൻ്റെ സംശയമാണ്, ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്നവർ ഒരു ക്ലാരിറ്റി എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉസ്താദിനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഈ വീഡിയോ മില്യൺസ് വ്യൂസ് ഉണ്ട്. ആ വീഡിയോക്ക് താഴെ തന്നെ ഒരുപാട് ഇതിനെതിരെ ക്വസ്റ്റ്യൻസും ഉണ്ട്. നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. ഞാൻ പഠിച്ചിടത്തോളം അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കേണ്ട ആവശ്യവും ഇല്ല. നമ്മൾക്കാണ് അള്ളാഹുവിന് ആവശ്യമുള്ളത്. ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നോട് ചോദിച്ച ചോദ്യം, റീച്ച് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ്, ശരിയാണ്. പക്ഷേ എനിക്ക് ശരി തെറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ എടുത്തുകൊണ്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിൽ ഉസ്താദുണ്ടാകാം, എയ്ത്തിസ്റ്റ് ഉണ്ടാകാം, അങ്ങനെ പല വ്യക്തികളും ഉണ്ടാവാം. തീർച്ചയായിട്ടും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള ഫ്രീഡം ഉണ്ട്. ഈവൻ എൻ്റെ വീഡിയോക്കും എതിരഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചും നിങ്ങൾക്കത് പ്രകടിപ്പിക്കാം. കമൻ്റായിട്ടും വീഡിയോസായിട്ടും പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഞാനത് തീർച്ചയായും അക്സെപ്റ്റ് ചെയ്യുന്നു.